ഇപ്പോൾ നമ്മളോടൊപ്പം UDF കൺവീനർ അടൂർ പ്രകാശ് ചേരുന്നു. അടൂർ പ്രകാശ്, സ്വാഗതം. ഹലോ. അടൂർ പ്രകാശ്, ആദ്യമായി അഭിനന്ദനങ്ങൾ. ഒരുപക്ഷെ UDF-നെ സംബന്ധിച്ച് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രത്തിലെ ഏറ്റവും ഉജ്ജ്വലമായ വിജയത്തിലേക്കാണ് ഇപ്പോൾ പോയിരിക്കുന്നത്. ഓക്കെ, ഈ ഉജ്ജ്വല വിജയം എന്ന് തന്നെ പറയാം. കാരണം ഒരു 3 പതിറ്റാണ്ടായി തെരഞ്ഞെടുപ്പ് നോക്കി കാണുന്നവർക്കറിയാം UDF ഇങ്ങനെ ഒരു വിജയം വിജയിച്ചിട്ടില്ല. എന്തായിരിക്കും ഇതിന്റെ കാരണം? ഒറ്റവാക്കി. അല്ല, ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ജനവിധി ഞങ്ങൾ പൂർണ്ണമായി അംഗീകരിക്കുന്നു എന്ന് പറയുമ്പോൾ ജനങ്ങൾ ഇന്ന് അവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ അത് ഒരു വോട്ടിങ്ങിലൂടെ അവർ അത് പുറത്തു കൊണ്ടുവന്നിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്രമാത്രം പഞ്ചായത്തുകളും അതേപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തുകളാണെങ്കിലും ജില്ലാ പഞ്ചായത്തുകളാണെങ്കിലും അതോടൊപ്പം തന്നെ മുനിസിപ്പാലിറ്റി ആണെങ്കിലും കോർപ്പറേഷൻ ആണെങ്കിലും ഭരണം ഞങ്ങൾക്ക് ലഭ്യമാകുവാനുള്ള അവസരം ഒരുക്കിയത് തീർച്ചയായിട്ടും ജനങ്ങൾ ഞങ്ങൾക്ക് നൽകിയ വലിയ ഒരു മാൻഡേറ്റാണ്. അത് പൂർണ്ണമായി ഞങ്ങൾ അംഗീകരിക്കുന്നു. ജനങ്ങളോടുള്ള മാൻഡേറ്റിനെ നിങ്ങൾ ബഹുമാനിക്കുന്നു എന്ന് പറയുമ്പോൾ ഒറ്റ ചോദ്യം, ഇത് പിണറായി വിജയൻ സർക്കാരിനെ മടുത്ത് ഒരു ഭരണവിരുദ്ധ വികാരം കൊണ്ടൊന്ന് മാറ്റി കുത്തിയേക്കാന്ന് ജനങ്ങൾ കരുതിയതാണോ, അതല്ല നിങ്ങളിൽ എന്തെങ്കിലും ക്വാളിറ്റി കണ്ടുകൊണ്ട് ചെയ്തതാണെന്നൊരു ചോദ്യമുണ്ട്. ഒന്ന്. രണ്ട്, നിങ്ങളെ വോട്ട് ചെയ്ത് ജയിപ്പിക്കുമ്പോൾ നിങ്ങളിൽ സാധാരണ ജനങ്ങൾക്കുള്ള പരമ്പരാഗതമായ ഒരു അവിശ്വാസം, നാളെ മുതൽ നിങ്ങൾക്കിടയിൽ അഭിപ്രായ ഭിന്നതകൾ വരും, ഗ്രൂപ്പിസം വരും, തമ്മിൽ തല്ലി നിങ്ങൾ ഭരണം തന്നെ കളയാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത്രയും ഗൗരവത്തിൽ നിങ്ങൾ ഈ മാൻഡേറ്റിനെ കാണുന്നുണ്ടെന്നാണ് രണ്ടാമത്തെ ചോദ്യം. അല്ല, LDF-നെ സംബന്ധിച്ചിടത്തോളം അവർ പൂർണ്ണമായി കടപുഴകി വീണിരിക്കുകയാണ്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ജനങ്ങളെ ഇത്രമാത്രം കബളിപ്പിച്ച ഒരു ഗവൺമെൻറ് ഈ കഴിഞ്ഞ 9.25 വർഷക്കാലമായി കേരളത്തിൽ ഭരണം നടത്തിയിട്ടില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ്. ജനങ്ങളെ കബളിപ്പിക്കുക, നിങ്ങൾക്ക് ഇന്ന കാര്യങ്ങൾ ഞങ്ങൾ നൽകാം എന്ന് വാഗ്ദാനം കൊടുക്കുക, ആ വാഗ്ദാനങ്ങളൊന്നും നിറവേറ്റാതിരിക്കുക, ഏറ്റവും അവസാനം ഉണ്ടാകുന്ന ഏതെങ്കിലും ഒരു കാര്യത്തിൽ അതിനെന്തെങ്കിലും ഒരു തീരുമാനം ഞങ്ങൾ എടുത്തു എന്ന് പ്രഖ്യാപിക്കുക. ഇതൊക്കെ ഒരു കബളിപ്പിക്കൽ ഏർപ്പാടായി മാറി എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് ജനങ്ങൾ ഞങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് പോയിട്ടുള്ളത്. ജനകീയ കോടതിയിലാണ് ഇത് തീരുമാനങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത്. ഒരു പരാജയം ഉണ്ടായതിനു അടിമുടി മാറ്റം വരുത്തിയിട്ടാണ് ഇപ്പൊ രണ്ടാമത് വീണ്ടും തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. പുതിയ ലീഡർഷിപ്പാണ്. UDF കൺവീനർ മാറുന്നു, KPC പ്രസിഡന്റ് മാറി, പുതിയ കഴിഞ്ഞ തോൽവിക്ക് ശേഷം പ്രതിപക്ഷ നേതാവ് മാറി. അപ്പൊ നിങ്ങളുടെ പുതിയ ലീഡർഷിപ്പിനുള്ള ജനങ്ങളുടെ ഒരു സമ്മതപത്രം, അംഗീകാര പത്രം എന്ന നിലയ്ക്ക് ഈ വിക്ടറിയെ കാണുന്നുണ്ടോ? തീർച്ചയായിട്ടും ഞങ്ങളുടെ ഒരു കൂട്ടായ്മ, ഇതിനകത്ത് ഏറ്റവും വലിയത് ഞങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് ഈ വിജയം കൈവരിക്കാനുള്ള അവസരം ഒരുക്കിയെടുത്തത്. കൂട്ടായ്മ എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്തുകൊണ്ട് ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞങ്ങൾ മുമ്പോട്ട് പോയിരുന്നത്. ഓരോ ജില്ലകളിലും ഞങ്ങൾ ആ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അത് മാത്രമല്ല, ഞങ്ങൾ നേരത്തെ കാലേ കൂട്ടി എടുത്ത ഒരു തീരുമാനം ഈ വരാൻ പോകുന്ന പഞ്ചായത്ത്, മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുകളിൽ ഞങ്ങൾ എടുക്കേണ്ട ഒരു തീരുമാനത്തെക്കുറിച്ച് ഞങ്ങൾ വയനാട്ടിൽ കൂടിയ ക്യാമ്പിൽ വെച്ച് തീരുമാനം കൈക്കൊള്ളുകയുണ്ടായി. ആ ക്യാമ്പിൽ വെച്ചെടുത്ത തീരുമാനം എന്ന് പറയുന്നത് താഴെ തട്ടിലേക്ക് സ്ഥാനാർത്ഥി ആരായിരിക്കണം എന്നതിനെക്കുറിച്ച് താഴെ തട്ടിൽ നിന്നും തീരുമാനങ്ങൾ ഉണ്ടാകട്ടെ, മേളിൽ നിന്ന് ആരും ഒരു സ്ഥാനാർത്ഥിയെ കെട്ടിയിറക്കി സ്ഥാനാർത്ഥിയാക്കാൻ പാടില്ല എന്ന് തന്നെ ഒരു നിർദ്ദേശം നൽകിയിരുന്നു. ആ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇവിടെ പ്രൊഫഷണൽ പ്രവർത്തനത്തിന്റെ വിജയമാണെന്നാണ്. ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, UDF കൺവീനർ